നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമ്മുടെ UDF സർക്കാരിന്റെ, അതായത് VD സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പിന്നാലെ വരാം. പക്ഷേ പ്രാഥമികമായി ആ ബജറ്റ് വിലയിരുത്തുമ്പോൾ അത് മലപ്പുറത്ത് നിന്ന് മലപ്പുറത്തേക്കുള്ള ഒരു ബജറ്റാണ് എന്ന വിശകലനം അല്ലെങ്കിൽ എന്ന വിലയിരുത്തൽ ഉണ്ടായാൽ അങ്ങനെ വിലയിരുത്തുന്നവരെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മലപ്പുറം ജില്ല പോലും വെട്ടിമുറിച്ച് 2 ജില്ലയാക്കാനുള്ള ഒരു ഗൂഢനീക്കം ആ ബജറ്റിൽ ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് പോലും സംശയിക്കുന്നു. എന്താണ് ശ്രീലെ പ്രാഥമികമായി നമുക്ക് ഈ വിഷയത്തിൽ പറയാൻ കഴിയുന്ന കാര്യങ്ങൾ? ഏറ്റവും പ്രാഥമികമായി പറയാൻ കഴിയുന്ന പ്രധാനപ്പെട്ട വിഷയം, മലപ്പുറംകാരോട് അല്ലെ ജമാഅത്തെ ഇസ്ലാമിയോട് നീതി പുലർത്തിയിരിക്കുന്നു സതീശൻ എന്നുള്ളതാണ്. സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവരോധിച്ച മുസ്ലിം ലീഗിനും ജമാഅത്തെ ഇസ്ലാമിക്കും അടക്കമുള്ളവർക്ക് വലിയ ഒരു സന്ദേശം നൽകാനാണ് ഈ ബജറ്റ് ഇപ്പോ VD സതീശൻ ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബജറ്റ് സത്യം പറഞ്ഞാൽ മലപ്പുറം മുതൽ മലപ്പുറം വരെ എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. മറ്റൊരു ജില്ലയ്ക്കുമില്ലാത്ത പ്രാധാന്യം മലപ്പുറം ജില്ലയ്ക്ക് നൽകുകയും മലപ്പുറം ജില്ലയിലെ എല്ലാ ആവശ്യങ്ങളും പരിഗണിക്കത്തക്കവണ്ണം മലപ്പുറം ജില്ലയെ കൂടുതൽ ഏറ്റവും കരുത്തുള്ള ഒരു ജില്ലയാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മലപ്പുറം ജില്ലാ വിഭജനം എന്ന വിഷയം ഒരു കളക്ടർ തന്നെ മുന്നോട്ട് വെച്ചതാണ് തെരഞ്ഞെടുപ്പ് കാലത്ത്. അതിന് ഊന്നൽ കൊടുത്തുകൊണ്ട് മലപ്പുറം ജില്ലയെ വിഭജിക്കാനുള്ള നീക്കങ്ങൾ കൂടി ഈ ബജറ്റിലുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ ഇത്രയും കാലം, അതായത് കേന്ദ്രം ഒരു ഏറ്റവും സുപ്രധാനമായ വനിതാ സംവരണ ബില്ല് കൊണ്ടുവരുമ്പോൾ ഡീലിമിറ്റേഷനെ എതിർക്കുകയും അവരുടെ സൗകര്യത്തിന് മലപ്പുറം ജില്ല മാത്രം, അതായത് മലപ്പുറം ജില്ല വിഭജിച്ചാൽ ഉണ്ടാകാവുന്ന ഗുണമാർക്കാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ മലപ്പുറം ജില്ല വിഭജിക്കാൻ മാത്രം തയ്യാറെടുക്കുകയും ചെയ്യുന്നതിന് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം സ്ത്രീകൾക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഒരു പദ്ധതി, ആ പദ്ധതി അട്ടിമറിച്ചത് അന്ന് ഡീലിമിറ്റേഷൻ എന്ന ഒറ്റ വിഷയം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ്. ഏതായാലും തൽക്കാലം സതീശന് മാത്രമായി മലപ്പുറം ജില്ല വിഭജിക്കാൻ കഴിയുമോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. അത് എന്തായാലും പ്രഖ്യാപനത്തിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മലപ്പുറം ജില്ലയ്ക്കായി ഏറ്റവും വമ്പൻ പദ്ധതികളാണ് ഇപ്പോൾ ബജറ്റിൽ VD സതീശൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് ഏതൊക്കെയാണ് യഥാർത്ഥത്തിൽ വലിയ പദ്ധതികൾ എന്ന് നമുക്ക് നോക്കാം. മലപ്പുറം ജില്ലയ്ക്കായി ഇപ്പോൾ സർക്കാർ ബജറ്റിലൂടെ വരാൻ പോകുന്നത് വലിയ എലിവേറ്റഡ് ഹൈവേ അതുപോലുള്ള എല്ലാ കാര്യങ്ങളും ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കൂ, കോഹിനൂർ മുതൽ കരിപ്പൂർ വിമാനത്താവളം വരെയുള്ള എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കാനുള്ള സാധ്യതാ പഠനം നടത്തും എന്നുള്ളതാണ്. അതായത് സാധ്യതാ പഠനം നടത്തും എന്ന് പറയുമ്പോൾ 5 വർഷത്തിനുള്ളിൽ സാധ്യതാ പഠനം നടത്തി പൂർത്തീകരിച്ച് എലിവേറ്റഡ് ഹൈവേക്കുള്ള ശ്രമങ്ങൾ ആരംഭിക്കും എന്ന് തന്നെയാണ് അതിൽ വ്യക്തമാകുന്നത് നമുക്ക്. അതുപോലെ തന്നെ മലപ്പുറം താലൂക്ക് ആശുപത്രിയെ സൂപ്പർ സ്പെഷ്യാലിറ്റി ജനറൽ ആശുപത്രിയാക്കാൻ ബജറ്റിൽ തീരുമാനിച്ചു. ഇതോടൊപ്പം മലപ്പുറത്ത് പുതിയ ക്യാൻസർ സെന്റർ, അതായത് മലപ്പുറത്തിന് വേണ്ട എല്ലാ വികസനം, ആരോഗ്യ രംഗത്ത് അതുപോലെ തന്നെ യാത്രാ രംഗത്ത്, അങ്ങനെ സർവതോമുഖമായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ബജറ്റ്. ഇനി അതൊന്നും കൊണ്ടും തീർന്നില്ല. നിലമ്പൂർ ഗവൺമെന്റ് കോളേജിന് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കാൻ 1 കോടി രൂപ വിലയിരുത്തിയിട്ടുണ്ട്. അതുപോലെ മലപ്പുറത്ത് സ്റ്റേഡിയം നിർമ്മിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഇതെല്ലാം ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫുട്ബോൾ സ്റ്റേഡിയം, അതായത് നമുക്കറിയാം 50 കോടി രൂപ അനുവദിക്കുമെന്നാണ് അറിയുന്നത്. അതെ, 50 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഇവിടെ ഓരോ കുടുംബത്തിനും ഇന്ദിര ഗ്യാരണ്ടി എന്ന പേരിൽ, ഇന്ദിര സുരക്ഷ എന്ന പേരിൽ ഇപ്പോ പറയപ്പെടുന്നത് 25 ലക്ഷം രൂപ വീതമുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന് 10 കോടി രൂപയെ വിലയിരുത്തിയിട്ടുണ്ട്. 10 കോടി രൂപയാണ് അത് വിലയിരുത്തപ്പെട്ടിട്ടുള്ളത്. അപ്പോ 10 കോടി രൂപ അവിടെ ചെലവാകുമ്പോൾ 50 കോടി രൂപ മുടക്കി നവീകരിച്ച ഫുട്ബോൾ മൈതാനം നിർമ്മിക്കും. അതുപോലെ തന്നെ അവിടുത്തെ മലപ്പുറത്ത്, അതായത് കായിക രംഗത്ത് മികവുണ്ടാക്കുന്ന രീതിയിൽ, യാത്രാ രംഗത്ത് മികവുണ്ടാക്കുന്ന രീതിയിൽ, ഗതാഗത രംഗത്ത് മികവുണ്ടാക്കുന്ന രീതിയിൽ, അവിടെ ആരോഗ്യ രംഗത്ത് മികവുണ്ടാക്കുന്ന രീതിയിൽ, അവിടുത്തെ ജില്ലയെ വിഭജിക്കുന്ന രീതിയിൽ, അതായത് എല്ലാം കൃത്യമായി മലപ്പുറത്തിന് ആവശ്യമുള്ളത് എന്തോ, മലപ്പുറംകാർ പറഞ്ഞിട്ടുള്ളത് എന്തോ അതെല്ലാം നൽകാൻ കിണഞ്ഞു പരിശ്രമിക്കുന്ന VD സതീശനെയാണ് നമ്മൾ കാണുന്നത്. VD സതീശൻ മേനോൻ എന്നൊക്കെ പറഞ്ഞ് എല്ലാരും വലിയ ആരവവും പ്രശ്നവും ഒക്കെ ഉണ്ടാക്കിയെങ്കിലും VD സതീശന്റെ അച്ഛന്റെ പേര് പറഞ്ഞപ്പോഴാണ് മേനോൻ എന്ന് പറഞ്ഞത്. അതിന്റെ പേരിൽ വലിയ ആരോപമൊക്കെ ഉണ്ടാക്കിയെങ്കിലും VD സതീശൻ ആർക്കു വേണ്ടിയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം പണിയെടുക്കുന്നതെന്നും VD സതീശനെ മുഖ്യമന്ത്രിയാക്കിയവരോടുള്ള ആ ഒരു കൂറ് VD സതീശൻ ഈ ബജറ്റിലൂടെ പ്രഖ്യാപിക്കുകയാണ് എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മലപ്പുറത്ത് വികസനം വേണ്ട എന്ന് ആരും പറയുന്നില്ല. മലപ്പുറത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ പ്രവാസികളുമായി ബന്ധപ്പെട്ട് വികസനം നടക്കുന്ന ഒരു മേഖല തന്നെയാണ് മലപ്പുറം. അതിൽ സംശയമൊന്നുമില്ല.
അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന മലപ്പുറത്തിനെ മാത്രം ഇത്രയധികം കാര്യം, ബാക്കി എല്ലാ ജില്ലകളിലും വളരെ ചെറിയ പദ്ധതികൾ. എനിക്ക് തോന്നുന്നില്ല ഒരു ജില്ലയ്ക്ക് ഇത്രമാത്രം പദ്ധതികൾ പ്രഖ്യാപിച്ച ഒരു ബജറ്റ് ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. മറ്റ് ഇപ്പൊ കേരളത്തിന് കിട്ടുന്ന പോലെ, അതായത് കേന്ദ്ര ബജറ്റ് വരുമ്പോൾ കേരളത്തിന് കിട്ടുന്ന പോലെ ഒരു എല്ലാ മേഖലയും സ്പർശിച്ചുകൊണ്ട് ഒരു സമ്പൂർണ്ണ സമഗ്ര വികസനം സാധ്യമാക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനം മലപ്പുറത്തിന് മാത്രം വരുമ്പോഴാണ് മറ്റ് പ്രശ്നങ്ങൾ. ഇപ്പൊ തൃശ്ശൂരൊക്കെ ആണെങ്കിൽ ആകെ ഉള്ളത് തൃശ്ശൂർ നമ്മുടെ മൈതാനം നവീകരിക്കുമെന്ന് മാത്രമാണ്. അപ്പൊ അങ്ങനെയുള്ള തേക്കൻകാട് മൈതാനം, ഞാൻ പെട്ടെന്ന് പേര് മറന്നുപോയി. തേക്കൻകാട് മൈതാനം നവീകരിക്കുമെന്ന് മാത്രമാണ്. അതായത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മലപ്പുറത്തിന് വേണ്ടി മാത്രമായി ഒരു ബജറ്റ് ഉണ്ടാക്കി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ബജറ്റിലെ പല പ്രഖ്യാപനങ്ങളും മറ്റു ചില പ്രഖ്യാപനങ്ങൾ കൂടിയുണ്ട്. ആ പ്രഖ്യാപനങ്ങൾ ഓരോ ജില്ലയ്ക്കും വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങളിൽ ഏറ്റവും കൂടുതൽ നേടാൻ കഴിഞ്ഞിട്ടുള്ളത് മലപ്പുറത്തിനാണ് എന്നുള്ള കാര്യം നമുക്ക് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയാൻ കഴിയുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് നിരവധി ഇതുമായി ബന്ധപ്പെട്ട് ഒരു സെക്കൻഡ് മലപ്പുറം മാത്രമല്ല ബജറ്റിലെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഞാനൊന്ന് പറയാം. തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ ഉണ്ട്. രണ്ടാം മെഡിക്കൽ തിരുവനന്തപുരത്ത് ഒരു മെഡിക്കൽ കോളേജ്, ഹരിപ്പാട് ഒരു മെഡിക്കൽ കോളേജ് ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹരിപ്പാടും തിരുവനന്തപുരം കൂടെ എന്തിനാണ് മെഡിക്കൽ കോളേജ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തിരുവനന്തപുരത്ത് ഒരു മെഡിക്കൽ കോളേജ്, ഹരിപ്പാട് മെഡിക്കൽ കോളേജിനടുത്ത് 2 മെഡിക്കൽ കോളേജുകൾ വളരെ അടുത്ത് തന്നെയുണ്ട്. ഇത് പോസിബിൾ ആയ ഒരു സമീപനമാണോ എന്ന് എനിക്കറിയില്ല. കാരണം ആലപ്പുഴ മെഡിക്കൽ കോളേജും വണ്ടാനം മെഡിക്കൽ കോളേജും 2 മെഡിക്കൽ കോളേജുകൾ ആലപ്പുഴ ജില്ലയിൽ തന്നെയുണ്ട്. പിന്നെ സ്വകാര്യ രംഗത്തെ വേറെ മെഡിക്കൽ കോളേജുകളും. അതിനിടയ്ക്കാണ് ഇപ്പൊ ഹരിപ്പാടും ആലപ്പുഴയും ഒക്കെ, അതായത് കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തിയിട്ടോ അല്ല കൃത്യമായ ഒരു ബജറ്റ് ആണോ എന്ന് പറയാൻ കഴിയാത്ത രീതിയിൽ ചില കൺഫ്യൂഷൻസുകൾ ഇവിടെ ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് കോഴിക്കോട് തിരുവനന്തപുരം ലൈറ്റ് മെട്രോ പദ്ധതി, അതിന് പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 20 കോടി രൂപ ബജറ്റിൽ വിലയിരുത്തി അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ നഗരങ്ങളെ മുൻപന്തിയിൽ എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. ലൈറ്റ് മെട്രോ കുഴപ്പമില്ല, ലൈറ്റ് മെട്രോ വേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ട്രാഫിക് ബ്ലോക്കും അതിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ട്. ഇപ്പൊ കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ കേന്ദ്ര സർക്കാരാണ് ഇതിന് അനുമതി കൊടുക്കേണ്ടത്. കാരണം പാരിസ്ഥിതിക അനുമതിയൊക്കെ വേണ്ടതാണ്. അപ്പോൾ അതിൽ ഇത് മാത്രമല്ല, ഭീമമായ തുക വായ്പ എടുത്താണ് ഇവ നിർമ്മിക്കുന്നത്, ഇതിന്റെ അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ അതിനകത്ത് അനിവാര്യമാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് 20-ലധികം സംസ്ഥാനങ്ങള് ഈ മെട്രോ സ്റ്റേഷൻ അല്ലെങ്കിൽ ലൈറ്റ് മെട്രോ പദ്ധതിയുമായിട്ട് ക്യൂവിൽ നിൽപ്പുണ്ട്. ഈ 20 പേരുടെ പുറകിലാണ് ഇപ്പോൾ തിരുവനന്തപുരത്തിന്റെയും പിന്നെ കോഴിക്കോടിന്റെയും ഇത് നിൽക്കുന്നത്, അപേക്ഷകൾ നിൽക്കുന്നത്. സമീപഭാവിയിൽ തന്നെ ഇതിനുള്ള സാധ്യതയുണ്ടോ? എനിക്ക് സംശയമുണ്ട്. കാരണം പഠനങ്ങൾ ഈ ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ 90% നടപ്പാക്കാനുള്ള പ്രഖ്യാപനമല്ലെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ തന്നെ ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നാളെ പറഞ്ഞാൽ മതി കേന്ദ്ര സർക്കാർ ഇത് തരുന്നില്ല എന്ന്. ഇതിന്റെ സാങ്കേതിക വശങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതിനെ കുറിച്ചോ കേരളത്തിൽ ആരും ഇത് ചർച്ച ചെയ്യില്ല. ഇപ്പോൾ പറയാൻ പോകുന്ന അടുത്ത കാര്യം, കേരളത്തിൽ യാഥാർത്ഥ്യബോധത്തോടു കൂടി അല്ലാത്ത ഒരു ബജറ്റ് എന്ന് വേണം നമ്മൾ വിലയിരുത്താൻ. അങ്ങനെ തന്നെയുള്ള ഒരു ബജറ്റ് എന്നാണ് ഇതിൽ ചിന്തിക്കേണ്ടത്. 25 ലക്ഷം രൂപ വെച്ച് കുടുംബങ്ങൾക്കെല്ലാം ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്താൻ എങ്ങനെയാണ് കഴിയുക 10 കോടി രൂപ വെച്ചുകൊണ്ട്? അപ്പൊ ഇത് ഭാവനാപൂർണമായ ബജറ്റ് അല്ല എന്ന് നമുക്ക് വ്യക്തമായി തന്നെ പറയാൻ കഴിയും. അത്തരത്തിലുള്ള ഒരു ബജറ്റാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് ഈ പാപ്പനംകോട് നിന്ന് കിള്ളിപ്പാലം, തമ്പാനൂർ സെക്രട്ടേറിയറ്റ്, പാളയം, പട്ടം മെഡിക്കൽ കോളേജ്, ഉള്ളൂർ, കാര്യവട്ടം വഴി കഴക്കൂട്ടം വരെയും അവിടെ നിന്ന് ടെക്നോ പാർക്ക്, ആക്കുളം, ചാക്ക വഴി ഇഞ്ചക്കൽ വരെയും എത്തുന്ന 31 കിലോമീറ്ററിലാണ് അലൈൻമെന്റ് ഇപ്പൊ തയ്യാറാക്കിയെന്നാണ് ഇവർ പറയുന്നത്. ഏതായാലും ഭാവിയിൽ ആറ്റിങ്ങൽ വരെയും നെയ്യാറ്റിൻകൽ വരെയും നീട്ടാവുന്ന തരത്തിലുള്ള അലൈൻമെന്റ് ആണിത്. മെട്രോയ്ക്ക് പൂർണ്ണമായും എലിവേറ്റഡ് പാതയാണ് ശുപാർശ ചെയ്തിരിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. നേരത്തെയും ഇതുപോലെ തന്നെയുള്ള ചില നമുക്കറിയാമല്ലോ, കേരളത്തിലെ കേരളയിൽ നമുക്ക് പദ്ധതി നടപ്പാക്കുമെന്നും പറഞ്ഞ് പിണറായി വിജയൻ കാട്ടിക്കൂട്ടിയ അക്രമങ്ങൾ നമ്മൾ അറിയാം. കേരളത്തിന്റെ പേരിൽ എത്ര കോടി രൂപയാണ് വെറുതെ ചെലവഴിച്ചത്, സർവേക്കും കുറ്റിയടിക്കാനും ഒക്കെ എത്ര കോടി രൂപ ചെലവഴിച്ചു. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സജി ചെറിയാന്റെ വീടിന്റെ സ്ഥാനം വന്നപ്പോൾ കുറ്റിയടിച്ചത് വേറെ വഴിയിലൂടെ അടിച്ചു പോവുകയും ചെയ്തു. സജി ചെറിയാന്റെയും സഹോദരന്റെയും ഒക്കെ വീടിന്റെ സ്ഥലം വന്ന സമയത്ത് അവിടെ നിന്ന് കുറ്റിയടിച്ചത് വേറെ വഴിക്കൂടെ അടിക്കുകയും ചെയ്തു. അതായത് അവരുടെ സൗകര്യത്തിനാണ് കുറ്റിയടിയൊക്കെ നടന്നുകൊണ്ടിരുന്നത്, വഴി ഒക്കെ തീരുമാനിച്ചുകൊണ്ടിരുന്നത്. 10,000 കോടി രൂപ ഒക്കെയാണ് ഇപ്പൊ പറയുന്നത്. ഏതായാലും കേന്ദ്ര സർക്കാർ അതിന് അനുമതി നൽകണം. ഇപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞ ആ സാങ്കേതികമായ പല പ്രശ്നങ്ങളും മുന്നിൽ നിൽക്കുന്നു. അങ്ങനെ ഏതായാലും ഹരിപ്പാട് മെഡിക്കൽ കോളേജും അതുപോലെ തന്നെ നമ്മൾ നോക്കൂ, 2 പദ്ധതികൾ. ഇപ്പൊ ഹരിപ്പാട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്ത്
ഹരിപ്പാട് മെഡിക്കൽ കോളേജ് വെക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് രമേശ് ചെന്നിത്തലയെ സന്തോഷിപ്പിക്കാനുള്ള നീക്കമാണോ എന്നറിയില്ല. ഏതായാലും ഹരിപ്പാടേക്കാളും മെഡിക്കൽ കോളേജ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി പത്തനംതിട്ട ഭാഗത്താണെങ്കിൽ, പത്തനംതിട്ട അല്ലെങ്കിൽ ചെങ്ങന്നൂർ ഭാഗത്തൊക്കെ ആണെങ്കിൽ ഗുണം ചെയ്യും. കാരണം പത്തനംതിട്ടയിൽ നിന്നുള്ളവർക്ക് വരാം, ഇടുക്കിയിൽ നിന്നുള്ളവർക്ക് ഇങ്ങോട്ട്, ഇടുക്കിയിലുണ്ട് എങ്കിൽ ഇടുക്കിയിൽ നിന്നുള്ളവർക്ക് ഇങ്ങോട്ട് വരാം, എറണാകുളത്തു നിന്നുള്ളവർക്ക് വരാം. അങ്ങനെ ഏതെങ്കിലും മധ്യഭാഗത്താണെങ്കിൽ കുറച്ചുകൂടി ഗുണം ചെയ്യും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു എന്താണ് ചിന്തയുമില്ലാത്ത നീക്കങ്ങൾ നടത്തുന്നതെന്ന് അറിയില്ല. അപ്പോ തീർച്ചയായിട്ടും ആലപ്പുഴ ജില്ല മെഡിക്കൽ കോളേജ് ജില്ലയായി മാറും. ഹരിപ്പാട് ഒരു മെഡിക്കൽ കോളേജ്, ഹരിപ്പാട് എനിക്ക് തോന്നുന്നു ഒരു 15, അതെ അതെ അതെ, ഹരിപ്പാട് നിന്നും വളരെ കുറച്ച് ദൂരം മാത്രമേ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്കുള്ളൂ. ഹരിപ്പാട് നിന്നും വളരെ കുറച്ച് ദൂരം മാത്രമേ, ഒരു 20-25 കിലോമീറ്ററിന് അപ്പുറത്താണ് വണ്ടാനം മെഡിക്കൽ കോളേജ് ഉള്ളത്. അതിന് തൊട്ടടുത്താണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഉള്ളത്. അപ്പൊ ഹരിപ്പാട് മുതൽ അങ്ങോട്ട് മെഡിക്കൽ കോളേജ് ജില്ലകളായി, മെഡിക്കൽ കോളേജ് മാത്രമുള്ള സ്ഥലങ്ങളായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ മറ്റെവിടെയെങ്കിലും സ്ഥലത്തു നിന്ന് ആലപ്പുഴയിലേക്കോ, ഹരിപ്പാട് മെഡിക്കൽ കോളേജിലേക്കോ അല്ലെങ്കിൽ ആലപ്പുഴയിലേക്കോ വണ്ടാനത്തേക്കോ ഒക്കെ വരാനുള്ള ബുദ്ധിമുട്ട്, അതിൽ നല്ലത് കുറച്ചുകൂടി ഭാവനാപൂർണ്ണമായി കുറച്ചുകൂടി മാറി എവിടെയെങ്കിലും സ്ഥാപിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും മെഡിക്കൽ കോളേജുകൾ സാധാരണഗതിയിൽ കോമൺ ആയത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ്. അത് ആരോഗ്യരംഗത്ത് വലിയ വിപ്ലവം തന്നെയാണ്. സാധാരണ ഒരുപാട് മെഡിക്കൽ കോളേജുകൾ ആ സമയത്ത് ഉണ്ടായി. ആ മെഡിക്കൽ കോളേജ് ആരോഗ്യരംഗത്ത് വിപ്ലവം തന്നെയാണ്. പക്ഷേ ഈ മെഡിക്കൽ കോളേജുകൾ മാത്രം അംഗീകരിച്ച് ഉണ്ടാക്കിയത് കൊണ്ട് കാര്യമില്ല. അവിടെ വേണ്ട ഫെസിലിറ്റികൾ, അവിടെ ജനങ്ങൾക്ക് ആവശ്യമായ രീതിയിലുള്ള എന്തൊക്കെയാണ്. ഇപ്പൊ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ വന്ന് അലറി വിളിച്ച് കരഞ്ഞ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നമ്മൾ കണ്ടതാണ്, എക്യുപ്മെന്റ്സ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ മെഡിക്കൽ കോളേജുകൾ വെറുതെ ബിൽഡിങ്ങുകൾ മാത്രമാകരുത്, അതിൽ ആവശ്യമായ നവീന ഉപകരണങ്ങൾ, അതിനാവശ്യമായ നവീന ചികിത്സാ രീതികൾ എല്ലാം കൂടി ഉണ്ടായെങ്കിലേ, വൃത്തിയുള്ള സാഹചര്യം എല്ലാം ഉണ്ടായെങ്കിലേ ഈ മെഡിക്കൽ കോളേജുകൾ ഉണ്ടാക്കുന്നത് കൊണ്ട് ഗുണമുള്ളൂ. ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടു, ഗുജറാത്തിലെ ഒരു മെഡിക്കൽ കോളേജ്, ഒരു വ്ളോഗിൽ കണ്ടതാണ്. ഒരാൾ പോയി മെഡിക്കൽ കോളേജ് കാണിച്ചിരുന്നു. നമ്മുടെ ഇവിടുത്തെ എയർപോർട്ട് പോലെയാണ് അവിടുത്തെ മെഡിക്കൽ കോളേജുകൾ ഇരിക്കുന്നത് ഗുജറാത്തില്. അതുകൊണ്ടാണ് ഈ ഗുജറാത്ത് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ജനങ്ങൾ ഗുജറാത്ത് BJPയെ കൈവിടാത്തതിന് പ്രധാനപ്പെട്ട കാര്യം അതാണ്. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേരളത്തിലെ മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ എന്താ. ഇപ്പൊ ഏതെങ്കിലും 1-2 സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കുകളൊക്കെ അല്പം വൃത്തിയായിട്ടുണ്ട്. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥയെ കുറിച്ച് പഠിക്കേണ്ടതല്ലേ? ഇവിടുത്തെ കാലുമാറി ചികിത്സ ചെയ്യുന്നതും കൈമാറി ചികിത്സ ചെയ്യുന്നതും ഒക്കെ നമ്മൾ കഴിഞ്ഞ കുറെ നാളുകളായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ മെഡിക്കൽ കോളേജുകളുടെ ഭൗതിക ബിൽഡിങ്ങുകൾ മാത്രം ഉണ്ടാക്കിയാൽ പോരാ, മെഡിക്കൽ കോളേജുകൾ അലോട്ട് ചെയ്താൽ മാത്രം പോരാ, ഉള്ള മെഡിക്കൽ കോളേജുകൾക്ക് എല്ലാ സാഹചര്യങ്ങളും വൃത്തിയും ഭംഗിയുമായി ചെയ്തു കൊടുത്ത ശേഷമാകണം അടുത്ത മെഡിക്കൽ കോളേജുകൾ ഉണ്ടാക്കേണ്ടത്. ഉണ്ടാക്കുന്ന മെഡിക്കൽ കോളേജുകളും നൂതനമായ ചികിത്സാ രീതികൾ ഉണ്ടാകണമെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുകയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ മനസ്സിലാക്കിയിടത്തോളം മലപ്പുറം ജില്ലയ്ക്ക് അമിത പ്രാധാന്യം നൽകുന്ന ഒരു ബജറ്റ്, ഭാവനാപൂർണമല്ലാത്ത പദ്ധതികൾ, അതുപോലെ തന്നെ ഈ അടുത്ത കാലത്തെങ്ങും നടപ്പാക്കാൻ, അതായത് അതിന്റെ നിർമ്മാണം ആരംഭിക്കാൻ പോലും കഴിയും എന്ന് തോന്നാത്ത ലൈഫ് മെട്രോ പദ്ധതികൾ, ഇതൊക്കെയാണ് ബജറ്റിൽ ഉയർത്തി കാണിക്കുന്നത്. എന്റെ ഒരു ചോദ്യം കൂടി, കേരളം വലിയ കടക്കണിയിലാണ്. ഈ കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടാൻ തക്കവണ്ണമുള്ള ഉത്പാദന മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നമുക്കിപ്പോ പെട്ടെന്ന് പറയാൻ കഴിയില്ല. വിശദമായ പഠനത്തിന് ശേഷമേ അത് പറയാൻ കഴിയുള്ളൂ. എങ്കിലും ഒറ്റ നോട്ടത്തിൽ നമുക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ ബജറ്റ്? ഒന്നും പ്രത്യേകിച്ചൊന്നും. സാമ്പത്തികം എവിടെ നിന്ന്, ധനസമാഹരണം എങ്ങനെ നടത്തുമെന്നോ എങ്ങനെ കടക്കണിയിൽ നിന്ന് പോകുമെന്ന് അറിയില്ല. നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കുമെന്ന രീതിയിലുള്ള ചില പ്രചരണങ്ങളുണ്ട്. ഇനി അങ്ങനെ എന്തെങ്കിലും നിക്ഷേപ സൗഹൃദമാക്കിക്കൊണ്ട് ഏതെങ്കിലും രീതിയിൽ ലാഭം ഉണ്ടാക്കാനാണോ ശ്രമിക്കുന്നതെന്ന് എനിക്കറിയില്ല. സാമ്പത്തിക കാര്യങ്ങളെ പറ്റി വലിയ അറിവുള്ള ആളാണ് VD സതീശൻ എന്നാണ് പറയുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ നമുക്ക് ഇത് കുറച്ചുകൂടി, നമുക്ക് ഇപ്പൊ ബജറ്റ് വന്നു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, കുറച്ചുകൂടി നമുക്ക് വിശദമായി പഠിച്ച ശേഷം വീണ്ടും ഇതിനെക്കുറിച്ച് ഒന്നുകൂടി സംസാരിക്കുമ്പോൾ മാത്രമേ ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു ക്ലാരിറ്റി വരികയുള്ളൂ. കിഫ്ബി പോലെയുള്ള വെള്ളാനയുടെ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാൻ കഴിയുള്ളൂ. എന്തായാലും VD സതീശന്റെ ഒന്നാം ബജറ്റ് അത് മലപ്പുറം മുതൽ മലപ്പുറം വരെ എന്ന ഒരു ചുരുക്കത്തില് ഒതുക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നന്ദി. തീർച്ചയായും അങ്ങനെ തന്നെയാണ്.